ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ സാർ, നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി തെക്ക് പ്രദേശത്ത് ഗ്രോമോർ ഫുഡ് പ്രകാരം വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 502 ഹെക്ടർ ഭൂമിയിൽ നേരത്തെ ഒരു പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ജില്ലാ അതിർത്തി ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് റിലീസിൽ കരമടയ്ക്കാത്ത പ്രശ്നം ദീർഘമായി നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രത്യേകമായ സർവേ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വില്ലേജ് ബൈഫോർക്കേറ്റ് ചെയ്ത് അവിടെ അതിർത്തികൾ കൃത്യമായി നിർണയിച്ച് കൊല്ലമുള വില്ലേജ് ഉൾപ്പെടെ നമ്മൾ അതിർത്തി നിശ്ചയിച്ചത് മൂലം 400 പട്ടയങ്ങൾ വിതരണം ചെയ്തു. 800 പേരുടെ പട്ടയങ്ങൾ തയ്യാറായി. ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു. അങ്ങിവിടെ ഉന്നയിക്കുന്ന ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കോരത്തോട്, എരുമേലി തെക്ക് പ്രദേശങ്ങളിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ റവന്യൂ വകുപ്പ് അഭിസംബോധന ചെയ്യുകയുണ്ടായി. അതനുസരിച്ച് 2020/2020 എന്ന ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറക്കി വനം വകുപ്പിൻ്റെ ജണ്ടയ്ക്ക് പുറത്തുള്ള റവന്യൂ രേഖകളിൽ നിലം തരിശ് പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി 1 ഏക്കർ വരെ 64 ചട്ടം അനുസരിച്ച് പതിച്ചു കൊടുക്കാമെന്ന തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായി. ആ തീരുമാനം പിന്നെ ചില ക്ലാരിഫിക്കേഷന് വിധേയമായി. ചിലയിടങ്ങളിൽ ഉടമസ്ഥൻ്റെ പേര് സർക്കാർ എന്ന് രേഖപ്പെടുത്തുമ്പോഴും അതിൻ്റെ റിമാർക്സിൽ റിസർവ് അല്ലെങ്കിൽ വനം എന്ന് തെറ്റി രേഖപ്പെടുത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ 2020/2020 വീണ്ടും പുനഃപരിശോധിച്ച് ഗവൺമെൻറ് 3966/2023 എന്ന പുതിയ ഉത്തരവ് പുറത്തിറക്കി. അങ്ങനെയാണെങ്കിൽ പോലും റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ പോലും കൊടുക്കാം എന്ന നിലപാടെടുത്തു. ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ ഏറ്റവും ഗൗരവമായ സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത്. 7000 പേർക്ക് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 10000 പേരെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരും എന്നതാണ്. നമുക്ക് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ഓഫീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുകയും എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് ഉറപ്പ് നൽകുകയാണ്.